+2 ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സിലെ എല്ലാ ഡയഗ്രാംസും മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു 2 ടൈപ്പ് സെൽസ് അല്ലേ. ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം വളരെ റീസെന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ദ സെൽ എ ആൻഡ് ബി. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എ നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലാണ് ആൻഡ് ബി എന്ന് പറയുന്നത് ആരാണ്? ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേറ്റീവ് സെല്ലാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന റൈറ്റ് 1 ഫീച്ചർ ഓഫ് എ എന്നാണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെൽ അല്ലേ. അപ്പൊ വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഒരു ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി, ഫീച്ചർ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇതിനൊരു ലാർജ് സെല്ലാണ് അല്ലെ, ലാർജ് സെല്ലാണ്, പക്ഷെ ഇറഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഇറഗുലർ ന്യൂക്ലിയസ് ആണ്. ലാർജ് സെൽ പക്ഷെ ഇറഗുലർ ന്യൂക്ലിയസ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ABCD ആരാണെന്ന് എഴുതാനാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചലാസൽ എൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ചലാസൽ എൻഡിലുള്ള എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്റിപോഡൽസ് ആയിരിക്കും. ആന്റിപാഡൽസ് അല്ല, ആന്റിപോഡൽസ്. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടുവിലുള്ള പോളാർ ന്യൂക്ലിയൈ ആണ്. ആൻഡ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം സൈനർജിഡ്സ് ആണ്. ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം എഗ് ആണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഡിപ്ലോയിഡ് സെൽ ഫൗണ്ട് ഇൻ ദി എംബ്രിയോ സാക്ക്. അപ്പൊ എംബ്രിയോ സാക്കിൽ കാണുന്ന ആ ഒരു ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മുടെ പോളാർ ന്യൂക്ലിയൈ ആണ്. കാരണം എന്താണ്? പോളാർ ന്യൂക്ലിയൈ കുറച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. സോ പോളാർ ന്യൂക്ലിയൈ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി ന്യൂക്ലിയസ്. കുറച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ന്യൂക്ലിയൈ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ പറയാം. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ഓഫ് ഒവ്യൂൾ ആൻഡ് ലേബൽ ദ പാർട്സ് ABCD. അപ്പൊ ഇതും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലേബലിംഗ് കുറച്ച് ഈസി ആണ് അല്ലേ, ഡയഗ്രാം നന്നായിട്ട് അറിയാമെങ്കിൽ. അപ്പം ഇവിടെ നമുക്ക് മൈക്രോപൈലാർ പോള് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ചലാസ ആയിരിക്കും, നോ ഡൗട്ട്. ആൻഡ് ഒവ്യൂളിന്റെ സെന്ററിൽ നമുക്ക് കാണുന്നത് നമ്മുടെ എംബ്രിയോ സാക്ക് ആണ്. നമ്മുടെ എംബ്രിയോ സാക്കിന് ചുറ്റും ന്യൂസെല്ലസിന്റെ സെൽസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഇനി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഫ്യൂണിക്കിൾ, ആ ഒരു സ്റ്റോക്ക് ആണ് എ, ഫ്യൂണിക്കിൾ. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് എന്താണ്? ദിസ് ഇസ് മൈക്രോപൈൽ. റെഡി? ഇത് മൈക്രോപൈലാണ്. കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി ഇൻ ദ ഫിഗർ. അപ്പൊ ഇവിടെ എയും ബിയും എന്ന് പറഞ്ഞാൽ സൈഗോട്ടും അതുപോലെ തന്നെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ആണ്. അപ്പൊ അത് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു പ്രോസസ് ആണ് നമ്മളുടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഫ്യൂഷൻ ഈവൻസ് ആണ്. ഒന്നാണ് സിൻഗാമി. സിൻഗാമിയിൽ എന്താ നടക്കുക? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. അങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിന്റെ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡിപ്ലോയിഡ് സൈഗോട്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്യൂഷൻ ഈവന്റ് എന്താണ്? ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് പോളാർ ന്യൂക്ലിയൈ. പോളാർ ന്യൂക്ലിയൈന്റെയും മെയിൽ ഗാമേറ്റിന്റെയും ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം എ ഉണ്ടാവുന്നത് സിൻഗാമിയുടെ റിസൾട്ട് ആയിട്ടാണ്, ബി ഉണ്ടാവുന്നത് ട്രിപ്പിൾ ഫ്യൂഷന്റെ റിസൾട്ട് ആയിട്ടാണ്. ഇനി ലേബൽ ദ പാർട്ട് സി. ഏതാണ്? നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉള്ള നമ്മുടെ ഈ സെല്ലാണ് പ്രൈമറി എൻഡോസ്പേം സെൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് യങ് ആന്തർ ഗിവൺ ബിലോ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു യങ് ആയിട്ടുള്ള ആന്തർ തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് ABC ആൻഡ് D. ABCD എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് പറയാനാണ്. ABCD. ഓക്കെ, അപ്പൊ എ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ടർ മോസ്റ്റ് വോൾ ലെയർ ആണ്. അതാണ് നമ്മുടെ എപ്പിഡെർമിസ്. നമ്മൾ E²MT ആലോചിച്ചാൽ മതി. ഇത് നമ്മുടെ എപ്പിഡെർമിസ്. പിന്നെ ബി ആരാ മക്കളെ? അതിന്റെ ഉള്ളിലുള്ള അടുത്ത ഈ ആണ് നമ്മുടെ എൻഡോതീഷ്യം. ദെൻ അതിന്റെ ഉള്ളിലുള്ള ആളാണ് നമ്മുടെ മിഡിൽ ലെയേഴ്സ്. ദെൻ ഏറ്റവും ഉള്ളിലുള്ള ആളാരാണ്? നമുക്ക് ഈ ഡയഗ്രാം വഴി നമുക്ക് ക്ലിയർ ആക്കുന്നത് നമ്മുടെ ടപ്പീറ്റമാണ്. ഓക്കെ, ടപ്പീറ്റം. റെഡി? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ? നോ ഡൗട്ട് നമ്മുടെ ടപ്പീറ്റം ആണ് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിനെ നറിഷ് ചെയ്യുക. ടപ്പീറ്റം. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് വീണ്ടും പാർട്സ് ലേബിൾ ചെയ്യാൻ. ഈ പാർട്സ് ലേബിൾ ചെയ്യുന്ന കളി നല്ല രസമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്ലിമ്യൂൾ ആണ്. പ്ലിമ്യൂൾ.
ടിപ്പ് ഓഫ് എപ്പികോട്ടൈൽ. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടിലിഡൻസ്. ദെൻ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോകോട്ടൈൽ. ദെൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാഡിക്കിളിൽ നിന്നാണ് ആര് വരുന്നത്? നമ്മുടെ റൂട്ട് വരുന്നത്. കിട്ടിയോ? ഇതേപോലെ നമുക്ക് മോണോകോട്ടിന്റെ എംബ്രിയോയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നെയിം ദ പ്രോസസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ മക്കളെ, ഇവിടെ നമ്മുടെ ഒരു സൈഗോട്ട് ഉണ്ട്. ഈ സൈഗോട്ട് എന്തായിട്ട് മാറുകയാണ്? നമ്മുടെ എംബ്രിയോ ആയിട്ട് മാറുകയാണ്. അപ്പം സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോർമേഷൻ ഓഫ് എംബ്രിയോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് എംബ്രിയോജെനസിസ് എന്നാണ്. എംബ്രിയോജെനസിസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ. ഏറ്റവും കറക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? എംബ്രിയോജെനസിസ് ആണ്. അഥവാ നിങ്ങൾക്ക് എംബ്രിയോജെനസിസ് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ, ഒന്നും എഴുതാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ എന്നെങ്കിലും എഴുതി വെക്കാം. ഇനി നെയിം ദ സീക്വൻഷ്യൽ സ്റ്റേജസ്. ഇത് നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോഡ് എൻ്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് നമ്മുടെ സൈഗോട്ട്? എന്താണ്? പ്രോ എംബ്രിയോ അല്ലെ? പ്രോ ആയിട്ട് എന്തുണ്ടാക്കി? ഗ്ലോബ് ഉണ്ടാക്കി. അപ്പൊ ഗ്ലോബുലാർ എംബ്രിയോ. ഈ ഗ്ലോബുലാർ എംബ്രിയോ മാറിയിട്ട് എന്തായി? ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. ദെൻ അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് നമ്മുടെ മെച്വർ എംബ്രിയോ. റെഡി? മെച്വർ എംബ്രിയോ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു കറക്റ്റ് ഓർഡർ. ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. വീണ്ടും നമ്മുടെ ഒവ്യൂളാണ് തന്നിരിക്കുന്ന മക്കളെ. നെയിം ദ പാർട്സ് 1, 2 and 3. അപ്പൊ നമുക്ക് പാർട്സ് ലേബിൾ ചെയ്യാം. 1, 2, 3. റെഡി? അപ്പൊ ഇതാണ് നമ്മളുടെ ഇത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളുടെ ഹൈലമാണ്. 1 is ഹൈലം and 2 is ഫ്യൂണിക്കിൾ and 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റെഗ്യുമെന്റ്സ് ആണ്. നമുക്കറിയാം ഒരു ഔട്ടർ ഇന്റെഗ്യുമെന്റും ഉണ്ട്, അതേപോലെ തന്നെ ഇന്നർ ഇന്റെഗ്യുമെന്റും ഉണ്ട്, ടെസ്റ്റയും ടെഗ്മനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് ദ ഐഡന്റിഫൈഡ് പാർട്സ്. ഇതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹൈലം എന്താണ്? ഹൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഇനി അടുത്തത് ഫ്യൂണിക്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് എ stalk connecting ovule and placenta. ഒവ്യൂളിനെയും പ്ലാസെന്റയെയും കണക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ആണ് നമ്മുടെ ഫ്യൂണിക്കിൾ. ആൻഡ് ഇന്റെഗ്യുമെന്റ്സ് എന്താണ്? പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ഒവ്യൂൾ ആണ്. ഇന്റെഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. കിട്ടിയോ? കിട്ടുന്നുണ്ടോ? മിസ്സിന്റെ കൂടെ തന്നെ വരുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മളിതാ ഇപ്പൊ ഇത്രയും നേരമായിട്ട് നമ്മൾ എന്ത് കഴിഞ്ഞിട്ടില്ല? നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞില്ല. ഈ ഒരു ഡയഗ്രാം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. സെയിം നമ്മുടെ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ്. നമ്മളോട് ABCD അടയാളപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദെൻ അടുത്ത സ്ക്വയർ, ദെൻ C നമ്മുടെ മിഡിൽ ലെയേഴ്സ്, ദെൻ ടപ്പീറ്റം. ഇത് മിസ് വീണ്ടും എഴുതുന്നില്ല, നേരത്തെ നമ്മൾ ചെയ്തതുകൊണ്ട്. ദെൻ കോപ്പി ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളിത് കോപ്പി ചെയ്ത് വരയ്ക്കണം കേട്ടോ. വരച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ മിസ് ആദ്യം ഒരു ഔട്ടർ ലെയർ വരയ്ക്കുന്നു, ദെൻ ഇവിടെ നമ്മുടെ ആളെ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് ആൾക്ക് സ്ഥലം ഉണ്ടാവില്ല. ദെൻ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ അടുത്ത ആളെ വരയ്ക്കുന്നു. ഓക്കെ, ദെൻ വീണ്ടും നമ്മുടെ ഉള്ളിൽ അടുത്ത ആളെ വരയ്ക്കുന്നു. ദെൻ വീണ്ടും നമ്മുടെ ഉള്ളിൽ അടുത്ത ആളെ വരയ്ക്കുന്നു. ഓക്കെ, നടുവിലായിട്ട് നമുക്കൊരു സാധനം വരയ്ക്കണം. ഇനി നമുക്ക് ലേബിൾ ചെയ്യാലോ. കണക്റ്റീവ് ടിഷ്യൂ, എൻഡോത്തീഷ്യം, ടപ്പീറ്റം, സ്പോറോജീനസ് ടിഷ്യൂ. അപ്പൊ ആദ്യം നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ എൻഡോത്തീഷ്യം അല്ല, അടുത്തത് എൻഡോത്തീഷ്യം. ദെൻ നമുക്കറിയാം ഉള്ളിലാണ്. രണ്ടാമത്തതാണ് എൻഡോത്തീഷ്യം, ബി. ദെൻ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂ ആണ് സ്പോറോജീനസ് ടിഷ്യൂ. ദെൻ ഏറ്റവും അല്ല ഡി ആണ് സ്പോറോജീനസ് ടിഷ്യൂ കേട്ടോ. ആൻഡ് സി നമ്മുടെ ടപ്പീറ്റം, റെഡി അല്ലേ? ഇതെന്താണ്? നമ്മുടെ TS ഓഫ് ആന്തർ ആണ്.
ഓക്കെ, ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എത്തി. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി, ഇത് വരയ്ക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ അടയാളപ്പെടുത്തൊന്നും വേണ്ട. ആദ്യം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, നമ്മുടെ ഓവത്തിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഫിംബ്രിയെ അല്ലെ, ഫിംബ്രിയെ. ദെൻ അടുത്തത് പാർട്ട് ഓഫ് വിത്ത് നാരോ ല്യൂമൻ. നാരോ ല്യൂമൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് നമ്മുടെ ഇസ്തമസ് ആണ്, ഇസ്തമസ്. ദെൻ ഫണൽ ഷേപ്ഡ് പാർട്ട്, ഫണൽ പോലെയുള്ളതാണ് നമ്മുടെ ഇൻഫണ്ടിബുലം, ഇൻഫണ്ടിബുലം. ദെൻ അടുത്തതോ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ വൈഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആംപ്യുല, ആംപ്യുല. ഇതൊരു 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഐഡന്റിഫൈ ദ പാർട്സ്. ഇത് പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എ എന്താണ്? നമ്മുടെ വാസ് ഡിഫറൻസ്, എ വാസ് ഡിഫറൻസ്. ആൻഡ് സി നമ്മുടെ എപ്പിഡിഡിമിസ്, ബി നമ്മുടെ യുറീത്ര, ഡി നമ്മുടെ ഈ സാധനം ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് റീവ ഈവ, അപ്പം റീറ്റേ ടെസ്റ്റീസ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് വേരിയസ് ഈവൻസ് ഇൻ മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പം മെൻസ്ട്രുവൽ സൈക്കിളിൽ നടക്കുന്ന പല ഈവൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും എന്താണ്? ഗ്രാഫിൽ എ എന്നും ബി എന്നും പറഞ്ഞിരിക്കുന്ന ഹോർമോൺസ്. നമ്മൾ ഏതാണ്? ഒരു പീക്ക് കാണിക്കുന്നത് അല്ലെ, ഒരു മല കാണിക്കുന്നത് ഒരു പി ആണ്. So B is progesterone and A is estrogen. കിട്ടിയില്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്ട്രക്ചർ സി ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. സി ഏതാ മക്കളെ? സിമ്പിൾ, കോർപ്പസ് ലൂട്ടിയം അല്ലെ. സി എന്ന് പറഞ്ഞാല് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് ലൂട്ടിയം. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ, സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ. നമ്മുടെ പ്രൊജസ്റ്റിറോൺ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അടുത്തതോ, വിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺ സെക്രീറ്റഡ് ഇൻ ഇറ്റ്സ് മാക്സിമം ലെവൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഓവുലേഷൻ. അപ്പോൾ ഓവുലേഷന്റെ സമയത്ത് ഏറ്റവും മാക്സിമം എമൗണ്ടിൽ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഏത് ഹോർമോണിന്റെ അളവ് കൂടുമ്പോഴാണ് ഓവുലേഷൻ നടക്കുക അല്ലേ? നമ്മളുടെ LH ആണ്, ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് A, B and C. എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ഒരു എൻസൈം ഫിൽഡ് വെസിക്കിൾ, ദാറ്റ് ഇസ് ആക്രോസോം. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ പാർട്ട് ആണ്, മിഡിൽ പാർട്ട്. ആൻഡ് സി ഇസ് ആ ടെയിൽ, നമ്മുടെ ടെയിൽ അല്ല, സ്പെർമിന്റെ ടെയിൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ഫിഗർ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് ഏതാണ്? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്, ബ്ലാസ്റ്റോസിസ്റ്റ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഏതാണ്? എ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കാണുന്ന സാധനം, ദാറ്റ് ഇസ് ഇന്നർ സെൽ മാസ്. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ, ദാറ്റ് ഇസ് ട്രോഫോബ്ലാസ്റ്റ്. ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എ. എയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നർ സെൽ മാസ് അല്ലേ. ഇന്നർ സെൽ മാസ് ബിക്കം എംബ്രിയോ, ഇന്നർ സെൽ മാസ് ബിക്കം എംബ്രിയോ. നമ്മുടെ എംബ്രിയോ ആയിട്ട് മാറുന്നത് ആരാണ്? ഇന്നർ സെൽ മാസ് ആണ്. ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ പോയി പറ്റി പിടിക്കുക എന്നുള്ളതാണ്. ഐഡന്റിഫൈ ദ ഫിഗർ, ഐഡന്റിഫൈ എ ആൻഡ് ബി. അപ്പം ഈ ഫിഗർ വെച്ചിട്ടുള്ളതാണെങ്കിൽ എ ഏതാണ് മക്കളെ? ഇവിടെ നമുക്ക് തൽക്കാലം ഇതാക്കാം, എയും ബിയും. മിസ്സിനെ അടയാളപ്പെടുത്താം, ഇതാക്കാം തൽക്കാലം, ഇതാക്കാം തൽക്കാലം നമുക്ക് ബി. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ളതാക്കാം എ. റെഡി? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ പെരി വിറ്റലൈൻ സ്പേസ് ആണ് അല്ലെ, പെരി വിറ്റലൈൻ മെംബ്രെയിൻ ആണ്. ഇതാണെങ്കിൽ നമ്മുടെ സോണ പെല്യൂസിഡ, സോണ പെല്യൂസിഡ. ഓക്കെ, ബി. ഇനി പുറമേ കാണുന്നത് ഈ സാധനമാണെങ്കിൽ ദിസ് ഇസ് കൊറോണ റേഡിയേറ്റ. ഈ ഒരു ഫിഗർ നോക്കണേ, നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഫിഗേഴ്സ് ആണ് നമുക്ക് എക്സാമിന് വരാൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സാധ്യത. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ബി. ബി എന്ന് പറഞ്ഞാൽ സോണ പെല്യൂസിഡി ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ പ്രിവെന്റ് പോളിസ്പെർമി, പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിലധികം സ്പേംസ് നമ്മുടെ ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യാതിരിക്കാൻ അവരുടെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രിവെന്റ് ദി എൻട്രി ഓഫ് മൾട്ടിപ്പിൾ സ്പേംസ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്.
Then അടുത്ത question, schematic representation of gametogenesis is given below. Identify A and B and write one difference. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണതാ, നമ്മൾ ഈ ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആരാണ്, നമ്മുടെ സ്പേം കുട്ടന്മാരാണ്. സോ ദിസ് ഇസ് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, ദിസ് ഇസ് സ്പെർമാറ്റോജെനസിസ്. And this one is oogenesis. Oogenesis. ഇനി വൺ ഡിഫറൻസ് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക, സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈക്വൽ ഡിവിഷൻ. ഈക്വൽ ഡിവിഷൻ ആണ്, കാരണം ഈക്വൽ ആയിട്ട് നമുക്ക് 4 സ്പേം ഉണ്ടാകും. ഇതാണെങ്കിലോ അൺഈക്വൽ ഡിവിഷൻ ആണ്, അൺഈക്വൽ ഡിവിഷൻ. പിന്നെ നമുക്ക് പറയാൻ കുറേ ഉണ്ടല്ലോ. ഇവിടെ മിയോട്ടിക് ഡിവിഷൻ എന്താണ്, ഒരു മിയോട്ടിക് അറസ്റ്റ് ഉണ്ട്, ഇവിടെ മിയോട്ടിക് അറസ്റ്റ് ഇല്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. നമ്മുടെ മെയിൽസിന്റെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്യൂബർട്ടി ആണ്. ഇതാണെങ്കിലോ ബിഫോർ ബർത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ബർത്ത് ഒരു സിംഗിൾ ഓവം പോലും ഉണ്ടാവുന്നില്ല. അതൊക്കെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയാം. ഇനി ഒബ്സർവ് ദ ഡയഗ്രാം പ്രൊവൈഡഡ്. നമ്മൾ ഈ പിക്ചർ കോപ്പി ചെയ്ത് വരയ്ക്കേണ്ട, നമ്മൾ പാർട്സ് ലേബിൾ ചെയ്താൽ മതി. എ ഏതാണ്, ബി ഏതാണ് അല്ലേ. എ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പ്രൈമറി ഫോളിക്കിൾ ആണ്. ഏറ്റവും കുഞ്ഞല്ലേ മക്കളെ, അപ്പൊ അത് നമ്മുടെ പ്രൈമറി ഫോളിക്കിൾ ആണ്, ആദ്യം ഉണ്ടാകുന്നതാണ് പ്രൈമറി ഫോളിക്കിൾ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മുടെ സെക്കൻഡറി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ടെർഷ്യറി ഫോളിക്കിൾ. അത് കഴിഞ്ഞിട്ടാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പൊ ഇത് ടെർഷ്യറി ഫോളിക്കിൾ ആണ്. Then അടുത്തത്, നെയിം ദ പ്രോസസ് ഇൻഡ്യൂസ് ദ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്ന ആ ഒരു പ്രോസസ് എന്താണ്, നെയിം ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓവുലേഷൻ. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്ന പ്രോസസ് ആണ് ഓവുലേഷൻ. Then write the name and function of the structure forming inside the ovary after rupture of Graafian follicle. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയതിനു ശേഷം എന്താ ഉണ്ടാവുന്നത്, കോർപ്പസ് ലൂട്ടിയം. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ ഹോർമോൺ, സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നാണ്. ഐഡന്റിഫൈ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ആക്ട്. അപ്പോൾ ഈ ടി ഷേപ്ഡ് ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദിസ് ഇസ് കോപ്പർ ടി. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇൻഹിബിറ്റ് സ്പേം മോട്ടിലിറ്റി, അതുപോലെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേം. സ്പേമിന്റെ മോട്ടിലിറ്റിയും അതേപോലെ തന്നെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. അടുത്തൊരു ഡയഗ്രാം എന്താണ്, വാട്ട് ഇസ് ദ മെത്തേഡ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ് വെട്ടിയിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ട്യൂബെക്ടമി. മെൻഷൻ 2 IUDs ആണ് നമുക്ക് വേണ്ട. നമ്മൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണുന്നതുകൊണ്ട് നമ്മൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഏതാണ്, നമ്മളുടെ ബയോടെക് പ്രിൻസിപ്പിൾസിൽ നിന്നുള്ളൊരു ഡയഗ്രാം ആണ്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ABCD ഫിൽ ചെയ്യാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീനാച്ചുറേഷൻ, ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അനീലിംഗ്, പ്രൈമാസ് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റേജ് ആണ് അനീലിംഗ്. ആൻഡ് സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്റ്റെൻഷൻ. നമ്മുടെ 3 സ്റ്റേജസ് ആണ്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തു. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ്, PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. What is the name of the thermostable DNA polymerase enzyme? അല്ല, ഏതാണ്, നമ്മൾ ടാക് പോളിമറൈസ് എൻസൈം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു ടെക്നിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏതാ, നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, how can you visualize the separated DNA fragments from this technique? നമ്മൾ എന്ത് ചെയ്താൽ മതി, stain with ethidium bromide ഉപയോഗിച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എക്സ്പോസ് ടു UV റേഡിയേഷൻ. ആൻഡ് വാട്ട് ഈസ് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, കട്ടിംഗ് ജെൽ പീസ് with a desired fragment of DNA, fragment and separating. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ DNA നമ്മൾ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇല്യൂഷൻ എന്ന് പറയാം. ഇനി ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ ക്ലോണിംഗ് വെക്ടർ. അത് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, കമന്റ് ഡൗൺ. ഏതാണ്
ഏതാണ് ഈ ഒരു ക്ലോണിംഗ് വെക്ടർ എന്നത്? ആ പിക്ചർ നല്ലപോലെ കണ്ടോ? ഏതാണ് ഈ ക്ലോണിംഗ് വെക്ടർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. റൈറ്റ് ദ 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഒരു ക്ലോണിംഗ് വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഒന്ന് നമ്മുടെ ഒറൈസൈറ്റ്, ദെൻ നമ്മുടെ ക്ലോണിംഗ് ഒറൈസൈറ്റ്, പിന്നെ നമുക്ക് ക്ലോണിംഗ് സൈറ്റ്, പിന്നെ നമുക്ക് സെലക്ടബിൾ മാർക്കേഴ്സ്. ഇനി നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ? ഒബ്സർവ് ദ സ്കെച്ച് ഓഫ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇത് ലേബൽ ചെയ്യാൻ വരുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏതാണ്? നമ്മുടെ മോട്ടോർ. ഇതെന്താണ്? ഫോം ബ്രേക്കർ. ആൻഡ് ദിസ് ഈസ് ആർ ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. ദെൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് ബേസ് കൺട്രോളർ ആണ്. pH റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, യെസ്. അപ്പം അതോട് കൂടിയിട്ട് ഐ തിങ്ക് നമ്മുടെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ 4 ചാപ്റ്റേഴ്സ് എന്നുള്ള ഡയഗ്രാംസ് ആണ് നോക്കിയത്. അപ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ക്ലോണിംഗ് വെക്ടർ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. യെസ്, അപ്പോൾ നമ്മൾ ഇനി ലൈവിൽ അടിപൊളിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ.